Hi friends. Hi. ഇന്ന് ഞങ്ങളൊരു വെറൈറ്റി ആയിട്ടുള്ള ഗ്രില്ലിംഗ് വീഡിയോ ആയിട്ടാണ് നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നത്. നമുക്ക് ചാലിയാറിന് ഞങ്ങൾക്ക് വലിയൊരു ഏരിയയിൽ കിട്ടിയിട്ടുണ്ട്. അതിനാണ് ഇന്ന് ഞങ്ങൾ ഗ്രില്ല് ചെയ്യാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ ഞങ്ങൾ കുറച്ച് വീഡിയോയ്ക്ക് മുന്നേ ചെമ്മീൻ ഗ്രില്ലും ഓവനും ഒന്നും ഇല്ലാതെ എങ്ങനെ ഗ്രില്ല് ചെയ്യാം അല്ലെങ്കിൽ പാൻ ഉപയോഗിച്ച് എങ്ങനെ ഗ്രില്ല് ചെയ്യാം എന്നുള്ളൊരു വീഡിയോ ഉണ്ടായിരുന്നു. അപ്പോൾ അതിനെപ്പറ്റി ആ വീഡിയോ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങളൊന്ന് കണ്ടുവരൂ. ആ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇന്ന് ഞങ്ങൾ ചെയ്യുന്നതെങ്കിൽ ഒരു വെറൈറ്റി ആയിട്ടുള്ള ഗ്രില്ലിംഗ് ടെക്നിക്ക് ഞാൻ ആദ്യം പറഞ്ഞല്ലോ. അതായത് നമ്മൾ ഫ്ലാറ്റിലും ഇങ്ങനെ ഏരിയ ഇല്ലാത്ത, അതായത് ഗ്രില്ല് ചെയ്യാൻ ഒരുപാട് ഏരിയ ഒന്നും ഇല്ലാത്ത ആൾക്കാർക്ക് വീട്ടിനകത്ത് വെച്ചിട്ട് തന്നെ നമുക്ക് ഗ്രില്ല് ചെയ്യാൻ പറ്റും. നമുക്ക് ഫ്ലാറ്റിനകത്താണെങ്കിലും വീട്ടിനകത്താണെങ്കിലും സിമ്പിളായിട്ട് ഗ്രില്ല് ചെയ്യാൻ പറ്റുന്നത്. അതായത് ഒരു ഗ്രില്ലും അതേമാതിരി കുറച്ച് ചിരട്ടയും അലുമിനിയത്തിൻ്റെ ഒരു ചെറിയ ബക്കറ്റോ അല്ലെങ്കിൽ ഒരു ഉരുളിയോ ഉണ്ടെങ്കിൽ ഞാൻ കാണിച്ചു തരാം. ഉരുളി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വലിയ ഉരുളിയൊന്നുമല്ല ഉണ്ടെങ്കിൽ സിമ്പിളായിട്ട് ഗ്രില്ല് ചെയ്യാൻ പറ്റുന്ന ഒരു വെറൈറ്റി ടെക്നിക്കായിട്ടാണ് ഞങ്ങൾ ഇന്ന് നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നത്. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ നിങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവരുന്ന ഡിഷ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഫിഷ് അൽഫാമാണ്. അപ്പം ഇങ്ങനെ സിമ്പിളായിട്ട് നമുക്ക് എങ്ങനെ ഫിഷ് അൽഫാം തയ്യാറാക്കാം എന്നുള്ള വീഡിയോയിലേക്ക് നമുക്ക് പോവാം. ഞാൻ മനോജ് കുമാർ, ഇവിടെ രശ്മി മനോജ് കുമാർ. വെൽക്കം ടു ഡെലിഷ്യസ് ഡെസ്റ്റിനീസ്. ഇതാണ് ഇപ്പോൾ നേരത്തെ പറഞ്ഞ ഏരി. നല്ല ചാലിയാറിന് പിടിച്ച നല്ല വലിയ ഏരിയയാണ്. അപ്പോൾ നമുക്ക് ഇത് നന്നാക്കാം കേട്ടോ. അപ്പോൾ നന്നാക്കുന്നൊന്നും ഉണ്ടോ ഒക്കെ എങ്ങനെയാണെന്നുള്ളത്. ഇങ്ങനെയുണ്ട് രൂപയല്ലേ? നമുക്ക് ഈ മീൻ നന്നാക്കുന്ന കത്രിക എന്നുണ്ടെങ്കിൽ കുറച്ചൊരു എന്താ പറയുക യൂസേജാണ്. പക്ഷെ ലേശം പഴകിയതായതുകൊണ്ട് ചെറിയ ബുദ്ധിമുട്ടുണ്ട് കേട്ടോ. അപ്പോൾ മാറ്റിയിടാം. നമുക്ക് അതിൻ്റെ ഈ ചിറകൂടി മാറ്റാം. അപ്പോൾ നമ്മൾ ചാനൽ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ഒന്നും ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. നമുക്ക് ഇതേമാതിരി കിഡിലൻ വീഡിയോസ് നമ്മളെ ഈ ചാനലിൽ കൂടെ കാണാൻ പറ്റും. അതിൻ്റെ കൂടെ ആ ബെല്ലൈക്കണും കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെക്കണം കേട്ടോ. എന്നാലേ നമ്മൾ അയക്കുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരുള്ളൂ. തലയൊക്കെ ശരിക്കൊന്ന് കഴുകാൻ മതി കേട്ടോ. ഇത് ചെതിലൊക്കെ നല്ല ഫ്രഷ് മീനാണ്. ഇതിപ്പോൾ ഒന്ന് പിടിച്ചായതുകൊണ്ട് അതൊക്കെ ഒന്ന് ക്ലിയർ ആയിട്ട് ക്ലീൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു കുഴപ്പമുണ്ടാവില്ല. പയറൊക്കെ നല്ലപോലെ ഞാൻ തുറന്ന് ക്ലീൻ ചെയ്തിട്ടുണ്ട്. നല്ല തോലൊക്കെ സെറ്റാക്കിയിട്ടുണ്ട്. നമുക്കിനിത് വരച്ച് വെച്ചിട്ട് എന്ത് ചെയ്യാം, മസാലയൊക്കെ തേക്കാം കേട്ടോ. നമുക്ക് ഗ്രില്ലിന് വേണ്ട മസാല തയ്യാറാക്കാം. അതിനിവിടെ ഞാൻ കുറച്ച് ചെറിയുള്ളി, ഒരു 6-7 അല്ലി വെളുത്തുള്ളി, 2 തണ്ട് കറിവേപ്പില, 2 പച്ചമുളക്, ഒരു ഇടത്തരം കഷ്ണം ഇഞ്ചി, ഒരു ചെറുനാരങ്ങ, ഇത്ര എടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ കൂടെ മസാലപ്പൊടികളും കൂടി ചേർക്കാനുണ്ട്. ഇനി ഇതിലേക്ക് ലേശം നാരങ്ങ പിഴിഞ്ഞു കൊടുക്കാം കേട്ടോ. അതിനുശേഷം നമുക്ക് ആവശ്യമായ മസാലകൾ നിങ്ങൾക്ക് ആവശ്യമായ അളവിൽ ആദ്യം കുറച്ച് മഞ്ഞൾപ്പൊടി, പിന്നെ കുറച്ച് മുളക് പൊടി, പിന്നെ കാശ്മീരി പൗഡർ, കുറച്ച് കുരുമുളക് പൊടി, കുറച്ച് ഗരം മസാല, ആവശ്യത്തിന് ഉപ്പ്, ഇതൊക്കെ കൂടി ചേർത്ത് കുറച്ച് വെളിച്ചെണ്ണയിൽ അരച്ചെടുക്കാം. നമ്മൾ മസാലയൊക്കെ അരച്ചാൽ സെറ്റാക്കി ഇവിടെ വെച്ചിട്ടുണ്ട്. അപ്പം നമുക്കൊരു ഇല വെട്ടി വെച്ചിട്ടുണ്ട്. അപ്പം മീൻ നേരെ ഇലയ്ക്ക് കിഴകി വൃത്തിയാക്കി വെച്ച മീൻ നമുക്കിവിടെ വയ്ക്കാം. നമുക്കൊന്ന് മീനിലൊക്കെ ഒന്ന് വരട്ട് വയ്ക്കാം. നമുക്ക് വരട്ട് വെച്ചാൽ നമുക്ക് നല്ലപോലെ മസാല ഉള്ളോട്ട് പിടിക്കില്ല. മീനൊക്കെ നമ്മൾ വരച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നമ്മളിതിലേക്ക് കറക്റ്റായിട്ട് മസാലയൊക്കെ തേച്ച് കൊടുക്കും. മസാലയൊക്കെ നല്ലോണം തേച്ച് വൃത്തിയാക്കി കൊടുക്കണം കേട്ടോ. എന്നാലേ ശരിക്കും ഫിഷിൻ്റെ ഒരു ടേസ്റ്റ് നമുക്ക് വരച്ച് വെച്ചതിൻ്റെ ഉള്ളിലേക്കൊക്കെ ശരിക്കും തേച്ചെടുക്കണം. മസാല തേച്ച് കഴിഞ്ഞാൽ ശരിക്കും ഒരു കുറച്ച് സമയം വെക്കണം കേട്ടോ. എന്നാലും അതിൻ്റെതായ ഒരു പെർഫെക്ഷനിൽ കിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ മീനൊക്കെ സെറ്റാക്കി കഴിഞ്ഞു. മുമ്പൊക്കെ വേണ്ടത് ഗ്രില്ല് ചെയ്യലാണ്. അപ്പം ഇത് കണ്ടോ നിങ്ങൾ, ഞാനിവിടെ ഗ്രില്ല് ചെയ്യാൻ പോകുന്നത് ഉരുളിയിലാണ്. ഉരുളി മീൻസ് ഇത് മറ്റേ സാധാരണ ഓട്ടുരുളിയൊന്നുമല്ല, നമ്മളെ നോർമൽ അലുമിനിയത്തിൻ്റെ ഉരുളി. അപ്പോൾ ഇങ്ങനത്തെ ഒരു ഉരുളിയോ അല്ലെങ്കിൽ ചെറിയ നമ്മളെ പൂച്ചട്ടിയോ കാര്യങ്ങളുണ്ടെങ്കിൽ നമുക്ക് സ്മൂത്തായിട്ട് ഗ്രില്ല് തയ്യാറാക്കാൻ പറ്റും. ഇപ്പോൾ ഫ്ലാറ്റിൽ നിൽക്കുന്ന ആൾക്കാരാണെങ്കിലും ഒക്കെ സുഖമായിട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് എന്താ ചിരട്ട കനൽ, അഥവാ ഈ ചാർക്കോളിൻ്റെ കനലിനെക്കാട്ടിലും നല്ല വെടിക്കെട്ടായിട്ടുള്ള ചൂട് കിട്ടുന്ന കനലാണ് ചിരട്ട. ഈ ചിരട്ട നമുക്ക് ഈ ഉരുളിയിലൊന്ന് കത്തിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഗ്രില്ല് ചെയ്യുന്ന സാധനം
ഇതല്ലെങ്കിൽ ചെറിയൊരു ഇതായാലും മതി. ഉണ്ടെങ്കിൽ നമുക്ക് സ്മൂത്തായിട്ട് ഇത് ഗ്രില്ല് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഇത് ട്രൈ ചെയ്ത് നോക്കാൻ പറ്റുന്ന ഒരു കേസ് മാത്രമേ ഉള്ളൂ കേട്ടോ. പിന്നെ അത് കത്തിച്ച് നോക്കാം. അപ്പോൾ ഞാൻ അതിലേക്ക് കർപ്പൂരമാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ കർപ്പൂരം ഇട്ട് കൊടുക്കാൻ സുഖം വെച്ചാൽ കർപ്പൂരം സ്മൂത്തായിട്ട് കത്തി പിടിക്കും. നമുക്ക് ഈ ഓരോ ചിരട്ടയും കത്തിയതിനു ശേഷം ഇതിലേക്ക് കൂടുതൽ ചിരട്ട ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇത് ചിരട്ടക്കനൽ എന്നുള്ളത് പെട്ടെന്നാവും. ഇതല്ലേ അപ്പോൾ പറഞ്ഞാൽ ഇത്രയും സിമ്പിളായിട്ടുള്ള പരിപാടിയാണ് ഇത് കത്തിക്കുക എന്നുള്ളത്. ചിരട്ട മുഴുവൻ കത്തി കഴിഞ്ഞു. ഇതൊന്ന് കനലാവുന്നവരെ വെയിറ്റ് ചെയ്താൽ മതി. കനലും അല്ലേ, കനലും ഇത്രത്തോളം നല്ല കനലായിട്ടുണ്ട്. നമ്മൾ തേച്ച് വെച്ച മീനും ഏകദേശം എത്ര മണിക്കൂറായി? ഒരു മണിക്കൂറായി അല്ലേ. ഒരു 10 മിനിറ്റ് വരെ മെനക്കെട്ട് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ കനൽ സെറ്റായി. നമ്മൾ ഫ്ലാറ്റിലൊക്കെ നിൽക്കുന്ന ആൾക്കാരാണെങ്കിൽ ഒരിക്കലും ബുദ്ധിമുട്ടേണ്ട ആവശ്യമില്ല. ഇങ്ങനത്തെ ഒരു സാധനം വാങ്ങിയാൽ മതി. കനൽ സെറ്റാണ്. നമ്മുടെ ഈ കനലിലേക്ക് നമ്മുടെ ഏരീനെ ഇങ്ങനെയുണ്ട് കിടിലല്ലേ. ഫിഷ് അൽഫാം എല്ലാവരും സമൂഹത്തോടെ വെക്കുക കേട്ടോ. നല്ല ചൂടാണ്. നമ്മൾ ഒരു സൈഡ് ഏകദേശം റെഡി ആയിട്ടുണ്ട്. മറിച്ചിടാം. തുടങ്ങിയല്ലേ. ലേശം നെയ്യൊക്കെ കുടിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ കുറച്ചൊരു ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. അപ്പോൾ നമ്മളെ മീൻ അൽഫാം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മളെ ഏരി അൽഫാമായിട്ട് ഇവിടെ കിടക്കുകയാണ് കേട്ടോ. സെറ്റാണ്. നമുക്ക് പ്ലേറ്റിലേക്ക് മാറ്റി വെക്കാം. നമ്മൾ ഏരിയനെ പാത്രത്തിലാക്കിയിട്ടുണ്ട്. അപ്പം നമുക്ക് ടേസ്റ്റ് ചെയ്ത് കാണാം. നമ്മളെ ഫിഷ് അൽഫാം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഏരി ഫിഷിന്റെ അൽഫാം ഇവിടെ റെഡി ആയിട്ടുണ്ട്. സ്ഥിരമായിട്ട് നമ്മൾ ചിക്കൻ അൽഫാം അല്ലേ കാണുന്നത്. ഇപ്പൊ നമ്മള് ഫിഷ് അൽഫാം. അപ്പൊ നമുക്കത് ടേസ്റ്റിലേക്ക് എടുക്കാം. എന്നിട്ട് എന്ത് ടേസ്റ്റ് ഒക്കെ ഉണ്ട്. എന്തെങ്കിലും തിന്നുമ്പോൾ അതിൻ്റെതായ പ്രൊസീജിയറിൽ നോക്കട്ടെ. രസമുണ്ട്. കഴിച്ചു. ഞാൻ ടേസ്റ്റ് നോക്കാൻ പോവാണ് നമ്മളെ ഏരിയന്റെ അൽഫാം. നല്ലോണം തൊടുമ്പം തന്നെ അത് പൊളിഞ്ഞ് വരുന്നുണ്ട്. അടിപൊളി. ശേഷം നമുക്ക് മയനൈസും കൂട്ടി നോക്കാം. മയനൈസോട് കൂട്ടുമ്പോഴാണ് ആ ഒരു അൽഫാം ഒരു അറേബ്യൻ ടേസ്റ്റിലേക്കും എത്തിയത്.
അപ്പോൾ എങ്ങനെയുണ്ട് നമ്മുടെ ഈ വെറൈറ്റി ആയിട്ടുള്ള ഗ്രില്ല് ചെയ്തിട്ടുള്ള ഈ ഫിഷ് അൽഫാം? ഫിഷ് എന്തായാലും പൊളിച്ചു കിട്ടോ, നല്ല ടേസ്റ്റ് ആയിരുന്നു. അപ്പോൾ ഫിഷ്, അതായത് ഞാൻ പണ്ട് നമ്മൾ ചിരട്ടയപ്പത്തിൽ പറഞ്ഞ പോലെ തന്നെ ചുട്ട് കഴിക്കുന്ന എല്ലാ സാധനങ്ങൾക്കും ഒരു ടേസ്റ്റ് തന്നെ വെറൈറ്റി ആയിരിക്കും. അപ്പോൾ നിങ്ങൾ തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കുക. ഇതേമാതിരി നല്ല മീനൊക്കെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ഈ സിമ്പിൾ ടെക്നിക്കുകൾ ഉപയോഗിച്ചിട്ട് നിങ്ങൾ ഗ്രില്ല് ചെയ്ത് നോക്കുക. ഈ ടെക്നിക്കിൽ നിങ്ങൾക്ക് പഴമൊക്കെ ചൂടാട്ടോ, നല്ല സുഖമായിട്ട്. ഞങ്ങളത് കഴിഞ്ഞപ്പോൾ സമയം കിട്ടിയപ്പോൾ പഴമൊക്കെ ചുട്ടെടുത്തിട്ടുണ്ടായിരുന്നു. നിങ്ങളത് ട്രൈ ചെയ്ത് നോക്കുക. ഓക്കെ, അപ്പം ഈ ഫിഷ് അൽഫാമിനെ പറ്റിയിട്ടുള്ള ഈ വീഡിയോ നിങ്ങൾ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് ഈ വീഡിയോ ഷെയർ ചെയ്യുകയും ചെയ്യാം. ഇതുപോലുള്ള നല്ല വീഡിയോകൾ ഇനി ലഭിക്കാനായി ഡെലീഷ്യസ് ഡെസ്റ്റിനീസ് എന്ന ഈ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഈ വീഡിയോ നിങ്ങൾ കാണുന്നത് ഫേസ്ബുക്കിലാണെന്നുണ്ടെങ്കിൽ ഈ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ മറ്റൊരു നല്ല വീഡിയോ കടന്നു വരുന്നവരെ ഞാൻ മനോജ് കുമാർ, കൂടെ രശ്മി മനോജ് കുമാർ, സൈനിങ് ഓഫ്.